ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കറി നേന്ത്രക്കായ, ഉണക്കച്ചെമ്മീൻ, മുരിങ്ങയില ഉപ്പേരി, സാമ്പാർ. നേന്ത്രക്കായയിലേക്ക് വറുത്തിടാൻ മുരിങ്ങയിലയും തേങ്ങയും ഉള്ളിയൊക്കെ മൂപ്പിച്ച് വെച്ചതാണ്. ഇനി അമരപ്പയറാണിത്. അമരപ്പയറാണ് ഇന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അമരപ്പയർ ഇതുപോലെ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. ഇതുപോലെയാണ് ഞാൻ അമരപ്പയർ തയ്യാറാക്കുന്നത്. മുറിക്കുന്നത് ഇങ്ങനെയാണ്. കത്തി കൊണ്ട് അമരപ്പയർ മുറിക്കാറില്ല. ഇതുപോലെ അതിൻ്റെ രണ്ട് ഭാഗത്തുള്ള നാര് വലിച്ചെടുക്കും ആദ്യം. അത് കഴിഞ്ഞ് കൈ കൊണ്ട് ഇതുപോലെ പൊട്ടിക്കുകയാണ് ചെയ്യൽ. കൈ കൊണ്ട് ഇതുപോലെ പൊട്ടിച്ചിട്ടാൽ മതി, കത്തിയുടെ ആവശ്യമില്ല. ഇതുപോലെ മൂക്കാത്ത പയറാണ് കറി വെക്കാൻ നല്ലത്. മൂത്തതാകുമ്പം ടേസ്റ്റ് ഉണ്ടാവില്ല. മൂക്കാത്തത് ഇതുപോലെ പൊട്ടിച്ചെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. ഇനി കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പച്ചമുളക് നമുക്ക് എരിവ് എത്ര വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഇനി ഇത് സവാളയും ചെറിയുള്ളിയും വെളുത്തുള്ളിയെല്ലാം ഒന്ന് വാടി വരണം. വെളുത്തുള്ളിക്ക് പകരം സവാള ചേർത്ത് കൊടുത്താലും മതി. ഇനി കുറച്ച് മുരിങ്ങയില കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. മുരിങ്ങയില ഒന്ന് അതിലേക്ക് പറിച്ചിട്ട് കൊടുത്ത്, മുരിങ്ങയിലയും വെളുത്തുള്ളിയും നല്ലപോലെ മൂത്ത് വന്നു. ഇനി അതിലേക്ക് ഈ മുറിച്ച് വെച്ച അമരപ്പയർ ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കണം. ഇങ്ങനെ മുറിച്ച് അമരപ്പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. പണ്ടൊക്കെ ഇതുപോലെയാണ് എല്ലാവരും അമരപ്പയർ തയ്യാറാക്കാറുള്ളത്. ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത്, വെള്ളം കുറച്ച് മതി, ഇതിന് അധികം വേവൊന്നുമില്ല. മൂക്കാത്ത പയറാണെങ്കിൽ വളരെ കുറച്ച് വെള്ളമേ വേണ്ടൂ. നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ചാൽ പാകത്തിന് വെന്ത് കിട്ടും. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് ഇത് വേവും. ഇവിടെ എല്ലാവർക്കും ഇതുപോലെ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. മുറിച്ചിട്ട് ഉപ്പേരി വെക്കുന്നത് അത്ര ഇഷ്ടമല്ല. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ഇതിൻ്റെ താഴെ ലിങ്ക് ഇടാം, എല്ലാവരും കാണണം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.